ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് സൺഡേ, അപ്പോൾ ഇന്ന് വെളിയിൽ നിന്നും കഴിക്കുക എന്ന് വിചാരിച്ചു. ഇന്നത്തെ പോക്കിനൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇവിടെ ഒരു മാസം മുതൽ നല്ല മഴയാണ്. നല്ല മഴയെന്ന് വെച്ചാൽ നിർത്താതുള്ള മഴയാണ്. അപ്പോൾ ഇതിനിടയിലാണ് മോൻ പറഞ്ഞത്, മമ്മി എൻ്റെ സ്കൂൾ ഒന്ന് കാണിക്കും മമ്മി. അങ്ങനെയാണ് കേട്ടോ. ഇതാണ് അയാളുടെ സ്കൂള്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്നൊരു പ്രത്യേകത ഉണ്ടെന്ന്. എന്തെന്ന് വെച്ചാൽ ബെൽഗാമിലെ എല്ലാ മലയാളികൾക്കും സുപരിചിതനായ ക്യാപ്റ്റൻ ഗിരീഷ് സാർ ബെൽഗാമിലെ ക്യാമ്പ് പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായി സക്ഷം എന്ന പേരിൽ ഒരു ഹോട്ടൽ തുടങ്ങിയിരിക്കുകയാണ്. അവിടെ പ്രധാനമായും നമ്മുടെ കേരള ഫുഡാണ് കിട്ടുന്നത്. അതായത് അപ്പം, ഇടിയപ്പം, ദോശ, ഇഡലി, കൂടാതെ പ്രധാനമായും നമ്മുടെ കേരള പൊറോട്ട അവിടെ കിട്ടും. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗിരീഷ് സാറ്. ഇത് ദീദിയാണ്, അതായത് വൈഫ്. ഞാനും ദീദിയായിട്ട് നല്ല കൂട്ടാണ് കേട്ടോ. ഇവൻ്റെ പേരാണ് സക്ഷം, അതായത് സാറിൻ്റെ മോനാ കേട്ടോ. ഇവൻ്റെ പേരാണ് സാർ ഹോട്ടലിന് വെച്ചിരിക്കുന്നത്. കുഞ്ഞ് ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ കുറച്ച് ടോഫി എടുത്തിട്ട് വന്നു. അത് പിന്നെ ചേട്ടന്മാർക്കും പിന്നെ എനിക്കും 2 കൊണ്ട് തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്കിളിന് 1 കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ അവൻ അങ്കിളിന് കൊടുത്തു. പിന്നീട് നമ്മൾ കഴിക്കാനുള്ള പ്ലാനിലായിരുന്നു. അപ്പോഴാണ് അവിടെ അക്വേറിയം കണ്ടത്. അത് നോക്കി കുറച്ച് നേരം നിന്നു നമ്മൾ. പിന്നീട് ഞങ്ങൾ കഴിക്കാനായിട്ട് പോയി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കേരള പൊറോട്ട ഇവിടെ കിട്ടുമെന്ന്. അത് എടുത്തു പറയാൻ കാരണം ബെൽഗാമിൽ നമുക്ക് പൊറോട്ട കിട്ടുമെങ്കിലും അത് പാക്കറ്റ് പൊറോട്ടയാണ് കിട്ടുന്നത്. അത് ഞങ്ങൾക്ക് ആർക്കും തീരെ ഇഷ്ടമല്ല. അത് എണ്ണ തേച്ച് ചുട്ടെടുക്കുമ്പോഴത്തേക്കും ഒരുമാതിരി റബ്ബർ പോലെ ഇരിക്കും. അപ്പോഴാണ് സാറ് പറഞ്ഞത് നാട്ടിലെ കണക്ക് അടിച്ചെടുക്കുന്ന പൊറോട്ട ഇവിടെ കിട്ടുമെന്ന്. അപ്പോൾ കിട്ടാതിരുന്ന് നമുക്ക് കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് ഞങ്ങൾ കേട്ട ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടത്. നിൽക്കുന്നത് ദീദിയുടെ അമ്മയാണ്, അതായത് സാറിൻ്റെ അമ്മായിയമ്മ. പിന്നീട് സാറ് വന്ന് ഞങ്ങളോട് എങ്ങനെയുണ്ട്, സൂപ്പറാണോ എന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ പറഞ്ഞു. സത്യം പറയാതെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു. പിന്നെ കറിയും അതേപോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാർ ചായയുടെ കാര്യം പറഞ്ഞത്. പിന്നീട് ഞങ്ങൾ ചായ ഓർഡർ ചെയ്തു. അപ്പോഴേക്കും ദീദിയായിരുന്നു ചായ കൊണ്ടുവന്നത്. പിന്നെ കുറേ നേരം ദീദിയായിട്ടിരുന്ന് സംസാരിച്ചു. ദീദി ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും എടുക്കുകയും എല്ലാം ചെയ്തു. അപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല പൊറോട്ടയും നല്ല മുട്ടക്കറിയായിരുന്നു. അതേപോലെ നമ്മുടെ പിന്നീട് വീണ്ടും ദീദി നമ്മുടെ അടുത്ത് വന്നിരുന്നു. നമ്മൾ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദീദിക്ക് മലയാളം അറിയത്തില്ല കേട്ടോ, കന്നഡക്കാരിയാണേ. അപ്പോൾ കുറേ നേരം നമ്മൾ പറയുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് നമ്മുടെ സ്വന്തം ദീദിയാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നീട് നമ്മൾ കഴിച്ചു. കൈ കഴുകാനായിട്ട് വെളിയിൽ വന്നു. ഇത് ഞങ്ങളുടെ തോമസ് അച്ചായനാണ്, അതായത് കേരള സ്റ്റോറിൽ നോക്കി നടത്തുന്നത് ഈ അച്ചായനാണ്. ഞങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങാൻ സമയമായപ്പോഴേക്കും പല മലയാളികളും കടയിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഇവിടെ അപ്പം, പുട്ട്, ഇഡലി, ഇടിയപ്പം അത് മാത്രമല്ല നമ്മുടെ നാട്ടിലെ സ്നാക്സ് ഐറ്റങ്ങളും ഇവിടെ ലഭ്യമാണ് കേട്ടോ. പിന്നീട് സാറ് എൻ്റെ യൂട്യൂബിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചു. അതിൻ്റേതായിട്ടുള്ള കുറേ തമാശകളും എല്ലാം പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്നും നേരെ വീട്ടിലേക്ക് പോകുകയാണ്. അപ്പോൾ ബെൽഗാമിലെത്തുന്ന മലയാളികളും അതേപോലെ ബെൽഗാമിലുള്ള മലയാളികൾക്കും സാറിൻ്റെ സക്ഷം ഹോട്ടലിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റ ബൈ ബൈ, സീ യു.